ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ എല്ലാവരും ഈ ലോകമെമ്പാടും നോക്കിക്കൊണ്ടിരുന്ന ഒരു കളിയായിരുന്നു, ഒരു ബോക്സിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. നമ്മുടെ മൈക്ക് ടൈസൺ തിരിച്ചു വരുന്നു. മൈക്ക് ടൈസനും ജെയ്ക്ക് പോളോട്ടുള്ള ഇടി കണ്ട് വെറുത്തുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തുപോയി. ഇതൊരുമാതിരി മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയും വാങ്ങിച്ചിട്ട് ഉള്ള പരിപാടി കാണണം. നമ്മളെന്ത് പൊട്ടന്മാർ കഷ്ടപ്പെട്ട് റീചാർജും ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സ് റീചാർജും ചെയ്ത് കാണണ്ടി. ഇതെന്തോന്നും മറ്റേ ട്രെയിനിങ് സെക്ഷനിലൊക്കെ മൈക്ക് ടൈസൺ ഇടിയുടെ പെരുന്നാൾ മറ്റേ പഴയ കോച്ച് വന്നിട്ട് പറയാണ് ഇതുപോലെ ഒരു സ്ട്രെങ്ത്, ഭയങ്കരമായിട്ടുള്ള സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തിരിക്കുന്നു, പഴയ പതിനെക്കാട്ടിയും സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തിരിക്കുന്നു, സെറ്റപ്പാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ കോച്ചിങ്ങിൻ്റെ വീഡിയോയും കുറേയൊക്കെ ഔട്ടുണ്ടായിരുന്ന അതും കണ്ട് ഇത് രണ്ടുപേരും അവന്മാർ മറ്റവൻ ജെയ്ക്ക് പോളും ഭയങ്കര അഗ്രഷനും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത്. അതേപോലെ ഇയാളും ഭയങ്കര അഗ്രഷൻ, കിട്ടിയ ഇടിച്ച് പഞ്ഞിയാക്കി കളയും, മഷിയാക്കി കളയും, റെഡിയാക്കി കളയും, അവൻ്റെ കരിയർ നശിപ്പിക്കും, കരിയർ പോവും, റിട്ടയറാവും, എല്ലാം എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് റിങ്ങിനകത്ത് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് റൗണ്ട് കൊള്ളായിരുന്നു. ഫസ്റ്റ് റൗണ്ട് നമ്മളെ പഴയ മൈക്ക് ടൈസനെ കാണാൻ പറ്റി. പഴയ മൈക്ക് ടൈസനെ പോലെ ചാടി നല്ല മൂവ്മെൻറ്റും ഇടിയൊക്കെ വെച്ചിട്ട് ആ ഒരു സാധനം കാണാൻ പറ്റി. 1.5 മിനിറ്റേ ഉള്ളൂ, ആലോചിക്കണം, 1.5 മിനിറ്റുള്ള ഫസ്റ്റ് റൗണ്ട്. രണ്ടാമത്തെ റൗണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് മൈക്ക് ടൈസൺ ഒരുമാതിരി കൊഞ്ച് കുഴയും പോലെ കുഴഞ്ഞിരിക്കുന്നു. മൈക്ക് ടൈസൺ ആലോചിച്ച് നോക്കണം. മൈക്ക് ടൈസൺ ഈ 1.5 മിനിറ്റ് ഈ റൗണ്ടിൽ നിന്നതിൻ്റെ സ്ട്രെങ്ത് മാത്രം ഇങ്ങനെ കൊള്ളാം. അതിനാണ് ഇത്രയും കോച്ച് ചെയ്തത്. ഈ കോച്ച് പിന്നെ എന്തുദ്ദേശത്തിൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെ? രണ്ടാമത്തെ റൗണ്ടിലും അയാൾ ജയിച്ച്, അവിടെ എവിടെയും തട്ട് കൊണ്ടപ്പോഴത്തേക്ക് രണ്ടാമത്തെ റൗണ്ടിലും അയാൾ ജയിച്ച്. ആര്? മൈക്ക് ടൈസൺ ജയിച്ച്. പക്ഷേ മൈക്ക് ടൈസൺ ഒരുമാതിരി കൊഞ്ച് കുഴയും പോലെ കുഴഞ്ഞിരിക്കുന്നു. മൈക്ക് ടൈസനും ആകെ ഈ ഒളിച്ചുകളി മാത്രമേ ഉള്ളൂ, ഈ സാധനം മാത്രമേ ഉള്ളൂ, മുഖത്തിടിയുള്ള ആ ഒരു ഒളിച്ചുകളി സെറ്റപ്പിൽ ഇങ്ങനെ ചാടി വഴങ്ങി നിൽക്കണം. അല്ലാതെ ഒരു ഇടി പോലും ഇല്ല. മൈക്ക് ടൈസൺ ഭയങ്കര ക്ഷീണിച്ച പോലെ മൈക്ക് ടൈസൺ. പിന്നെ അങ്ങോട്ട് മൈക്ക് ടൈസൻ്റെ ഇടിയെ കണ്ടില്ല. മൂന്നാമത്തെ റൗണ്ട് തൊട്ട് 7ാമത്തെ റൗണ്ട് വരെ മൈക്ക് ടൈസൺ ഗ്ലൗസും കടിച്ചു പിടിച്ച് ഇങ്ങനെ നിന്നതല്ലാതെ ഒരു ഇതുമില്ല. ബാക്കി എല്ലാ റൗണ്ടും ജെയ്ക്ക് പോൾ ജയിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണെന്നേ ഞാൻ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ് നടന്നിട്ടുണ്ട്, സ്കാം. സത്യം പറഞ്ഞാൽ സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ടിക്കറ്റ് എടുത്ത് കണ്ടവരാ, കാര്യം ആലോചിച്ച് നോക്കും. നമ്മളെന്താ ഇഷ്ടം പോലെ എന്തുമാത്രം ആളുകൾ ഈ സാമാനം കാണാൻ വേണ്ടിയിട്ട് റീചാർജ് ചെയ്തതാണ്. ഇത് ചുമ്മാ ആളെ പറ്റി പോകും. ഇതാണ് മൈക്ക് ടൈസൺ. അപ്പോൾ എല്ലാവരും പറയും 58 വയസ്സായ 58 വയസ്സുണ്ടെന്ന്. ഇവിടെ ഈ 58 വയസ്സിൽ അയാളെ ട്രെയിനിങ് വീഡിയോ കാണണം. എന്ത് കിട്ടിലുമായിട്ടാണ് അങ്ങനെ പഴയ അതേ ആ ഒരു സ്ട്രെങ്തിൽ, ആ ഒരു ലെവലിൽ ഇത് ചെയ്തിരിക്കുകയാണ്. ആ ഇതിൽ തന്നെ ട്രെയിനിങ് വീഡിയോ തന്നെ. ഇതിലേക്ക് വന്നപ്പോൾ ഈ 1.5 മിനിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ട്രെയിനിങ്. ഏതാണ്ട് 6-7 മാസം കൊണ്ട് ട്രെയിൻ ചെയ്യുകയാണ്. ഈ 1.5 മിനിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര പെട്ടെന്നാണ് ക്ഷീണം വന്നത്. നമ്മളെ WWE കാട്ടി കഷ്ടം. 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് എക്സോസ്റ്റായി. 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം അറിഞ്ഞൊരു ഇടി പോലും കൊടുത്തില്ല. ദിസ് ഈസ് 100% പറ്റിക്കൽ. 100% പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ 100% കാണുന്ന ആളുകളെ പറ്റിക്കുന്നത് പരിപാടിയായിപ്പോയി മൈക്ക് ടൈസൺ. സത്യം പറഞ്ഞാൽ എന്നിട്ട് അതിന്നും കഷ്ടമല്ല. ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ലാസ്റ്റ് റൗണ്ടിൽ തോറ്റ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടി നിന്നിട്ട്, നമ്മൾ വെച്ചാൽ ഫ്ലൈയിങ് കിസ് അടിക്കാൻ, അല്ലെങ്കിൽ ഫ്രഞ്ച് കിസ് അടിക്കാനായിരിക്കും. രണ്ടും കൂടെ ഒട്ടി നിന്നിട്ട് എന്തൊക്കെയോ പറയണം, കഥയൊക്കെ പറഞ്ഞു. നേരിട്ടുണ്ട ഇടിക്കും, ഇടിച്ച് റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ കഥ പറഞ്ഞിട്ട് മറ്റേ പരിപാടിയാണ്. കീലേരി അച്ചു നമ്മൾ രണ്ടുപേരും അടിക്കാൻ ആളണ്ടാ എന്നുള്ള സ്കീമാണ് ഞാൻ അവിടെ കണ്ടത്. വെറുതെ ഉടായ്പെന്ന് പറഞ്ഞാൽ കണ്ട് ദേഷ്യം വന്നു. സത്യം പറഞ്ഞത് നമ്മൾ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഇതിലിരുന്നതാണ്. പക്ഷേ വല്ലാത്ത ചതിയായിപ്പോയി. അണ്ണാന്നല്ല പറയേണ്ടത്, അങ്ങനല്ല, വല്ലാത്ത ചതി പരിപാടിയായിപ്പോയി. ഇത് നേരത്തെ റിഗിങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ല, കാണും എന്നൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. എന്നിട്ടും ചോദിച്ചാൽ മൈക്ക് ടൈസൺ ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുള്ള പരിപാടികളൊന്നും കാണൂല. ഇങ്ങനത്തെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്വന്തം ഇത് കളഞ്ഞിട്ട് നിൽക്കും. ഇത് പക്ക കണ്ടറിയാം. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ അടി പോലും ഒരു പവറും ഇല്ലാത്ത തലവാടല്ലേ. ആ മറ്റേ അങ്ങേരും കിടിലം ബോക്സറാണ്.
അയാളെ നിന്ന് പോലും മൈക്ക് ടൈസൺ ഇടിക്കുന്ന ഒരു പഞ്ച് പോലും ഇല്ല, ഒരു നല്ലൊരു പഞ്ച് പോലും ഇല്ല. തിരിച്ചായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പക്ക ഒരുമാതിരി സ്ക്രിപ്റ്റ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോലാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി വമ്പാനൊരു ബിസിനസ് സ്കാമാണ് നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഭയങ്കര ഒരു സാധനം, ഭയങ്കര ഹ്യൂജ് എമൗണ്ടിൻ്റെ ഒരു ബിസിനസ്സാണ് സംഭവം നടന്നിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നല്ലൊരു അടി പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ മണ്ടന്മാരായി. ഞാനൊക്കെ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് റൗണ്ടിൽ നോക്കൗട്ട് നടക്കും, നോക്കൗട്ട് ഇടിച്ച് മറച്ചു കളയുന്നൊക്കെയാണ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് വീഡിയോയിലൊക്കെ അങ്ങനെയായിരുന്നു. അവർ അഗ്രഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ നടന്നു വന്നതൊക്കെ കണ്ടപ്പോൾ ഒറ്റ മൈൻഡ്, വേറെ ചുറ്റും ഒന്നും നോക്കണില്ല, ഒറ്റ ഒരു സെറ്റപ്പിൽ ഒറ്റ ബുദ്ധിയിൽ വരും പോലെ പറഞ്ഞു. ഇപ്പോൾ ഒറ്റ ബുദ്ധി നമ്മുടെയാണ്. മര്യാദയ്ക്ക് ഇത് കാണാതിരുന്നെങ്കിൽ ആ ഒരു ഇതെങ്കിലും ഉണ്ടായിരുന്നു. ചതിയായി പോയി, റീചാർജ് ചെയ്താൽ പൈസയും പോയി. കുഴപ്പമില്ല, ഇനി സിനിമകൾ വരുമ്പം കാണാം, അതേ വഴിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് നിങ്ങൾക്ക് ഈ സാമാനം കണ്ടിട്ട് എന്തിനാണ് തോന്നിയത്? ഇതൊരു ബോക്സിംഗ് ആയിട്ടെങ്കിലും തോന്നിയെങ്കിൽ ഇങ്ങനെ ചുമ്മാ നിന്ന് ഗാർഡ് കളിച്ച് നിന്നല്ലാതെ ഇത് അടി, ഒരിടി, ഒരു നോക്കൗട്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ ശശിയായി.